എല്ലാവർക്കും നമസ്കാരം. അഗ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത് സോഷ്യൽ സയൻസ് വിഭാഗത്തിൻ്റെ മേജർ സബ്ജക്ട് ഗ്രൂപ്പായ അഗ്രികൾച്ചറൽ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ലെക്ചറാണ്. സോ നമുക്ക് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് നമുക്ക് ആദ്യമായി മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, രണ്ടാമത്തെ പാർട്ടിൽ പ്രൊഡക്ഷൻ ആൻഡ് ഫാം മാനേജ്മെൻറ്റ്, മൂന്നാമത്തെ പാർട്ടിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ഇത് കുറച്ചും കൂടി സബ്ജക്റ്റ് നമുക്ക് ഡീപ്പായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് വേണ്ട ബുക്സൊക്കെ തന്നെ കഴിഞ്ഞ ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിൽ അഡീഷണൽ ആയിട്ടൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു അഗ്രികൾച്ചർ സോഷ്യൽ സയൻസസ് ബൈ സുഭാഷ് ചന്ദ്ര. ഈ ഒരു ബുക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യുക. കാരണം ഇതിൽ നമുക്കിപ്പോൾ എല്ലാ സബ്ജക്റ്റും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ ബുള്ളറ്റ് ഷോട്ടായിട്ട് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു ബുക്കാണ്. അടുത്തതായിട്ട് ലെക്ചർ ഷെഡ്യൂൾ എന്ന് പറയുന്നത് യൂണിറ്റ് 2 and 3 ആണ് സോഷ്യൽ സയൻസിലെ അഗ്രികൾച്ചർ എക്കണോമിക്സിൻ്റെ പോർഷനായിട്ട് തന്നിരിക്കുന്നത് സിലബസിൽ. അപ്പോൾ ആ യൂണിറ്റ്സ് മൊത്തം നമുക്കൊരു 15 ലെക്ചറായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. സോ ഇത് മൊത്തം നമുക്ക് എല്ലാ സിലബസും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഇതിൽ ലെക്ചർ 1, അതായത് ബേസിക് കോൺസെപ്റ്റ്സ്, ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സും ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് കൺസ്യൂമർ ബിഹേവിയറും മാത്രമാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നത്. സോ എക്കണോമിക്സ് ആസ് എ ബേസിക് സബ്ജക്ട് മാറ്റർ നമുക്കെല്ലാം ഡെഫിനിഷനായി പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളത് എന്താണെന്ന് കോൺസെപ്ഷ്യലി മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. സോ എക്കണോമിക്സ് ആസ് എ സയൻസ് എല്ലാവർക്കും അറിയാം. എക്കണോമിക്സ് ഇസ് ഡീലിംഗ് വിത്ത് സ്കേഴ്സ് റിസോഴ്സസ്, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ, ഒപ്റ്റിമം പ്രൊഡക്ഷൻ. ഇത് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് കേൾക്കുമ്പോൾ മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. സോ it studies the economic activities of a man in a society with the use of scarce resources that will satisfy his or her wants. So എപ്പോഴും ഹ്യൂമൻ വാണ്ട്സ് ആർ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എനി എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? നമുക്ക് മനുഷ്യന്മാർക്ക് ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ടാവും. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി ഓഫ് വാണ്ട്സ്. പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മീൻസ്, അതായത് റിസോഴ്സസ്, വളരെ ലിമിറ്റഡ് ആണ്. സോ ഈ റിസോഴ്സസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയ വേയിൽ എങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ നേടാം എന്നുള്ളതാണ് എക്കണോമിക്സ് എന്ന സയൻസ് ബ്രോഡായിട്ട് ഡീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ഡീലിംഗിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ രണ്ട് എക്കണോമിക് ഏജൻസ് ആർ മേജർലി ഇൻവോൾവ്, that are the consumers and the producers. So consumers are deal with the budget limitation, അതായത് നമുക്ക് money income is limited, whereas the producers they have to deal with the allocation of the resources. Resources എന്ന് വെച്ചാൽ land, labor, capital and management. അതാണ് factors of production. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ടു പ്രൊഡ്യൂസ് എ ഗുഡ്, അല്ലെങ്കിൽ ടു ട്രാൻസ്ഫോം എ ഗുഡ് ഇൻ ടു റോ മെറ്റീരിയൽസ് ഇൻ ടു പ്രൊഡക്റ്റ്. സോ ഇതൊക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ ബേസിക്കായിട്ട് പറയുന്നത്. സോ ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ലാൻഡിൻ്റെ പേയ്മെൻ്റ് ആണ് റെൻറ്റ്, ലേബറിൻ്റെ വേജസ് ആണ്, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മാനേജർ ഇസ് റിസീവിങ് ഹിസ് പ്രോഫിറ്റ് ഫോർ ഹിസ് സർവീസസ്. പക്ഷെ നമുക്ക് JRF പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, വിച്ച് ഇസ് ദ മോസ്റ്റ് ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലേബർ, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? അതിൽ ക്യാപിറ്റൽ ആണ്. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ ബുള്ളറ്റ് ഷോട്ട്സ് ആയിട്ട് എല്ലാം പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് ദ മേജർ ഗോൾ ഓഫ് എനി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്താണ്? യൂസിങ് ദീസ് റിസോഴ്സസ് ദേ ഹാവ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്സ് അല്ലേ, ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ് ആൻഡ് ഓൾസോ ഒപ്റ്റിമൈസ് ദ ഔട്ട്പുട്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു റേഷണൽ യൂസ് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ഇനി കുറച്ചും കൂടി ബ്രോഡായിട്ട് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് തുടങ്ങാം. സോ എക്കണോമിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം 2 Greek words, oikos and mneming. That means to manage a household using the limited fund, whereas satisfying the maximum, whereas getting the maximum satisfaction. അതിൻ്റെ ബേസിസിൽ എക്കണോമിക്സിന് പല ഡെഫിനിഷൻസിനും ഉണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ചു പോകുന്നില്ല, നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കീ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് കൊടുത്തത്. നേരെ മറിച്ച് വെൽഫെയർ ഡെഫിനിഷൻ ആണെങ്കിൽ അത് മാർഷൽ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൂ ഹാവ് ഡൺ ക്രിറ്റിസിസം അല്ലേ. സ്മിത്തിൻ്റെ ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷന് അതൊരു എക്കണോമിക്സ് ഒരു ഡിസ്മൽ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് റസ്കിനും കാർലൈലും അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷിൻ്റെ ഡെഫിനിഷനും വെൽഫെയർ ഡെഫിനിഷനും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, കോളിംഗ് ഇറ്റ് സബ്ജക്റ്റീവ്. സോ അങ്ങനെ നമുക്ക് കുറച്ച് കീ പോയിന്റ്സ്, എല്ലാ സയൻറ്റിസ്റ്റിൻ്റെ ഡെഫിനിഷനും കുറച്ച് കീ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ലയണൽ റോബിൻസിൻ്റെ സ്കേർസിറ്റി ഡെഫിനിഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്.
പിന്നെ ഏറ്റവും മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ ഡെഫിനിഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ആക്സെപ്റ്റഡ് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തൊരു ഡെഫിനിഷനാണ് പ്രൊഫസർ സാമുവൽസണിൻ്റേത്. അക്കോർഡിംഗ് ടു ഹിം, എക്കണോമിക് സ്റ്റഡീസ് ഹൗ men in a society choose with or without the use of money to employ the scarce productive resources which have alternative uses to produce various commodities over time and also distribute them for consumption now and also in future. So ഇതിൽ സാമുവൽസൺ ഒരു ബെറ്റർ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹി ഹാസ് ഇൻക്ലൂഡഡ് വെൽത്ത്, ഹി ഹാസ് ഇൻക്ലൂഡഡ് വെൽഫെയർ ആൻഡ് ഓൾസോ ഹി ഹാസ് മെൻഷൻ ദ സ്കേഴ്സ് റിസോഴ്സസ്. പോരാത്തതിന് അതിൻ്റെ അലൊക്കേഷൻ ടു ദ ഫ്യൂച്ചർ ഒരു സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റ് കൂടെ പോൾ സാമുവൽസൺ അല്ലെങ്കിൽ ഗ്രോത്ത് കോൺസെപ്റ്റ് കൂടി പോൾ സാമുവൽസൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആസ് ഓഫ് നൗ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആണ്. ഇതും കൂടാതെ കീൻസ്, ജെയ്സ് മിൽ, ജേക്കബ് വിനർ ഇവരെല്ലാം തന്നെ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അത് എന്താണെന്ന് ജെയ്സ് മിൽ ആണെങ്കിൽ ഹി കോൾഡ് എക്കണോമിക്സ് ആസ് എ പ്രാക്ടിക്കൽ സയൻസ്, അല്ലെങ്കിൽ ജേക്കബ് വിനർ ആണെങ്കിൽ ഹി ഹാസ് ഗിവൺ ദ മോസ്റ്റ് ക്രിസ്പ് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ്, അതായത് എക്കണോമിക്സ് ഇസ് വാട്ട് എക്കണോമിക്സ് ഡു. സോ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചില സയൻറ്റിസ്റ്റിൻ്റെ ഡെഫിനേഷൻസ് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് എക്കണോമിക്സിന് നമ്മൾ വി കോൾ ഇറ്റ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട്. എന്തുകൊണ്ടാണ് അതിനൊരു സയൻസ് എന്ന് പറയുന്നത്? കാരണം എക്കണോമിക്സിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫാക്ട്സ്, ദർ ഇസ് എ ലോട്ട് ഓഫ് നോളജ് അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ അതിൻ്റെ തിയറി ആയിട്ട് നമ്മൾ തിയറി മനസ്സിലാക്കി പഠിക്കുന്നു. സോ ബേസ്ഡ് ഓൺ ആ തിയറി ഫോം ചെയ്തത് പല മെത്തഡോളജി വെച്ചിട്ടാണ്. സോ ഇറ്റ്സ് ആക്ച്വലി മെത്തഡോളജി ഒരു മെത്തഡോളജി ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എക്കണോമിക്സ് തിയറീസ് സെറ്റ് ചെയ്യാൻ ഒരു മെത്തഡോളജി ഫോം ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഇസ് കോൾഡ് എ സയൻസ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ഓൾസോ ആൻ ആർട്ട്. ആർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഹാസ് ആൻ ആപ്ലിക്കേഷൻ. ഇപ്പം നമുക്ക് ഡിപ്രഷൻ വന്നു 1929-30s. സോ സയൻറ്റിസ്റ്റ് ഹാവ് നമ്മുടെ എക്കണോമിസ്റ്റ് ഒരുപാട് തിയറീസ് യൂസ് ചെയ്തു. അതേപോലെ മാക്രോ എക്കണോമിക്സ് എന്നൊരു സയൻസ് പുതിയതായിട്ട് വന്നത് തന്നെ ഡിപ്രഷൻ ടൈമിലാണ്. അതിലൊക്കെ ഒരുപാട് തിയറീസ് യൂസ് ചെയ്തു. അതിൽ മോണിറ്ററി, ഫിസിക്കൽ പോളിസീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഡിപ്രഷനെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയത്. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ സയൻസ്, പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് വി ആർ അപ്ലൈയിങ് ഇറ്റ് ടു സോൾവ് ദ ടു ഫൈൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. സോ ഇറ്റ് ഇസ് ഓൾസോ ആൻ ആർട്ട്, സയൻസ് ഓഫ് ഡൂയിങ് തിങ്സ്. അതുപോലെ ഇറ്റ് ഇസ് കോൾഡ് ബോത്ത് എ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് സെൻസ്. പോസിറ്റീവ് ഇൻ ദ സെൻസ് നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഡിമാൻഡ് ഡിക്ലൈൻസ് ആസ് എ പ്രൈസ് ഇൻക്രീസസ്. സോ ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. സോ ഇത് ഒരു എക്കണോമിക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഒബ്ജക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്യാം. വൈ? ബിക്കോസ് തിയറി ഹാസ് സെഡ് സോ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നേരെ മറിച്ച് നമ്മളിതിന് പ്രൈസ് റൈസ് ഇസ് എ സോഷ്യൽ ഈവിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ടു മോർ ഓവർ എ നോമാറ്റീവ് അപ്രോച്ച്. അതായത് നമ്മളതിനെ ജഡ്ജ് ചെയ്യാണ്. എക്കണോമിക്സ് നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ഇസ് ബോത്ത് എ പോസിറ്റീവ് ആസ് വെൽ ആസ് എ നോമാറ്റീവ് സയൻസ്. അതുപോലെ സോഷ്യൽ സയൻസ്. വൈ ഇറ്റ് ഇസ് കോൾഡ് എ സോഷ്യൽ സയൻസ് എന്ന് വെച്ചാൽ എക്കണോമിക്സ് doesn't study the behavior of an individual just sitting at his home. It studies the activities of men in the society. So there is interaction among them. Consumers ആയാലും producers ആയാലും there is an interaction among them. So it is a total activity of men in the society. So അതുകൊണ്ട് തന്നെ it is a social science. അടുത്ത നമ്മൾ ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ച്. സോ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ എക്കണോമിക്സിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസെപ്ഷൻ, ഇറ്റ്സ് എ സയൻസ് ഓഫ് കൺസെപ്ഷൻ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്. നമ്മളൊരു ആസ് എ കൺസ്യൂമർ നമ്മുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വി ജസ്റ്റ് ഡിസ്ട്രോയ് ദ യൂട്ടിലിറ്റി ഓഫ് ദറ്റ് വാണ്ട് അല്ലേ. അതുപോലെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. അതുപോലെ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ത്രൂ ബൈയിങ് ആൻഡ് സെല്ലിങ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഷെയറിംഗ് ഓഫ് വെൽത്ത് അമംഗ് ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഹൗ ദ വെൽത്ത് ഇസ് ഗെറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഇതൊക്കെയാണ് മേജറായിട്ട് എക്കണോമിക്സ് പഠിക്കുന്നത് എന്നാണ് ട്രഡീഷണൽ അപ്രോച്ചസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ മോഡേൺ അപ്രോച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്കണോമിക്സ് ബേസിക്കലി 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. സോ മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് അല്ലേ. നേരെ മറിച്ച് മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ് വോള്യൂം ഓഫ് ഔട്ട്പുട്ട് വിച്ച് ഇസ് ഇൻ ദ എക്കോണമി. എന്നായത് നമ്മളിപ്പം ഒരു GDP അല്ലെങ്കിൽ ഒരു ഫാമറിൻ്റെ ഇൻകം ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്. നേരെ മറിച്ച് ഒരുപാട് ഫാമേഴ്സിൻ്റെ ഇൻകം ഒക്കെ കൂട്ടിയിട്ട് നമ്മളൊരു കൺട്രിയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് മാക്രോ എക്കണോമിക്സ്. സോ ഇതിൽ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്
എന്താണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, തിയറി ഓഫ് വെൽഫെയർ, ഇതൊക്കെ വരുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. അതും കൂടാതെ തിയറി ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഒരു ബ്രോഡർ പിക്ചർ ഓഫ് എക്കോണമി തരുന്ന എന്തും വരുന്നത് മാക്രോ എക്കണോമിക്സ് എന്നൊരു സബ്ജക്ട് ഗ്രൂപ്പിലാണ്. പിന്നെ ഈ ടേം കോയിൻ ചെയ്ത ആൾ, he's a famous economist. Ragnar Frisch has coined the term both micro and macroeconomics. And Ragnar Frisch തന്നെയാണ് എക്കണോമിക്സിൽ ആദ്യമായി നോബൽ പ്രൈസ് വാങ്ങിച്ച വ്യക്തി 1969. അതുപോലെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ ദർ ഇസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്കണോമിക് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലേ. അതിലൊന്നാണ് ഡിഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് വി ഡ്രോ ഇൻഫറൻസസ് അബൌട്ട് ദ ഇൻഡിവിജ്വൽ തിങ്. വിൽ കം ഫ്രം ടോപ്പ് ടു ഡൗൺ അപ്രോച്ചാണ്. നമ്മൾ ബേസിക് ആയിട്ടൊരു തിയറി ഉണ്ട്, ആ തിയറീൻ്റെ ബേസിൽ നമ്മൾ കുറച്ച് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യും. നമ്മുടെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വേണ്ട കൺക്ലൂഷൻസ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കും. നേരെ പക്ഷേ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. എന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ തിങ്ങിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്ത് അതിൽ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്തിട്ട് വി വിൽ മൂവ് ഓൺ ടു ഫൈൻഡ് ന്യൂ തിങ്സ് ആൻഡ് ഫോം എ തിയറി. അതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. പൊതുവേ നമ്മൾ റിസർച്ചൊക്കെ ഇൻഡക്റ്റീവ് അപ്രോച്ചിലാണ് ചെയ്യാറുള്ളത്. എന്നാലും ഡിഡക്റ്റീവ് അപ്രോച്ചിലും സോഷ്യൽ സയൻസസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരാറുണ്ട്. ജനറലി നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് എപ്പോഴാണ് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടൈമൊക്കെ വളരെ കുറവാണ്, പോരാത്തതിന് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. ലൈക്ക് ഒരു കൺസ്യൂമർ ബിഹേവിയർ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ജനറലി വി ഗോ ഫോർ ഇൻഡക്റ്റീവ് അപ്രോച്ച്. നേരെ മറിച്ച് കുറച്ചും കൂടി നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോ, ഏഞ്ചൽസ് ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ വി ഗോ ഫോർ ദ ഇൻഡക്റ്റീവ് അപ്രോച്ച്. കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്, വെറസ് ഡിഡക്റ്റീവ് അപ്രോച്ച് ഇസ് ഈസി ടു അപ്ലൈ. Next, we move on to agricultural economics. So, agricultural economics is defined as an applied field of economics in which the principles of choice are applied in the use of scarce resources such as land, labor, capital, and management in farming and allied activities. So, അതെന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എക്കണോമിക്സിലെ പ്രിൻസിപ്പിൾസ് ഫാമിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് എന്ന ബ്രാഞ്ച്. അതായത് ദ സയൻസ് ഓഫ് ചോയ്സ് മേക്കിംഗ് ഇസ് വെൻ അപ്ലൈഡ് ടു യൂസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. നമ്മുടെ അഗ്രികൾച്ചറിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ്, ഇതിന്റെ പ്രോപ്പർ യൂസ് ആണ്. സോ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പം ഇന്ത്യ എന്നൊരു കൺട്രി ആണെങ്കിൽ ഇറ്റ് ഇസ് ഹാവിങ് ലേബർ സർപ്ലസ് ആൻഡ് ലിമിറ്റഡ് ലാൻഡ്. സോ ഈ ലിമിറ്റഡ് ലാൻഡ് ആൻഡ് സർപ്ലസ് ലേബർ വെച്ചിട്ട് നമ്മളൊരു മാക്സിമം ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ദാറ്റ് is explained by the different branches of agricultural economics. സോ ഇതിലും നിങ്ങൾക്ക് ഡെഫിനിഷൻസ് കുറച്ച് അറിഞ്ഞു വെക്കുക, കീ ടേംസ് മാത്രം നോട്ട് ചെയ്ത്. പ്രൊഫസർ ഗ്രേ ആണ് പ്രിൻസിപ്പൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സ് ആർ അപ്ലൈഡ് ടു ഫാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ്. നേരെ മറിച്ച് ഹിബാർഡ് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ വെൽത്ത് ഗെറ്റിംഗ് ആൻഡ് വെൽത്ത് യൂസിങ് ആക്ടിവിറ്റി ഓഫ് മാൻ ഇൻ അഗ്രികൾച്ചർ എന്നാണ്. ഗുഡ്വിൻ ആണെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ കീ പോയിന്റ് സ്ട്രെസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ സയൻറ്റിസ്റ്റിന് ഡെഫിനിഷൻസ് ഓർമ്മ വയ്ക്കുക. ഇനി കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സിലേക്ക് കടക്കാം. ഇത് പറയുകയാണെങ്കിൽ ഗുഡ്സ്, എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട് ഇസ് കോൾഡ് എ ഗുഡ് അല്ലെ. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഗുഡ് വാങ്ങുന്നത്? ബിക്കോസ് വി തിങ്ക് ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ അവർ വാണ്ട് അല്ലെ. ഗുഡ്സ് ആർ ഓൾവേസ് മെറ്റീരിയൽ ആൻഡ് ടാഞ്ചിബിൾ. നേരെ മറിച്ച് സർവീസസും ദേ ഓൾസോ ഗിവ് എ സാറ്റിസ്ഫാക്ഷൻ, ബട്ട് ദേ ആർ നോൺ മെറ്റീരിയൽ അല്ലെ. ദേ ആർ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഇല്ല അവർക്ക്. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾ കാണുന്നു, ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് അസുഖമാണ്, ഹീസ് ഗിവിങ് അസ് എ ട്രീറ്റ്മെന്റ്, സോ ദാറ്റ് ഹീസ് ഓഫറിങ് ഹിസ് സർവീസസ്. അതുപോലെ തന്നെ ഒരു അഗ്രികൾച്ചർ ലേബർ, ഹീസ് ഓൾസോ ഓഫറിങ് ഹിസ് സർവീസസ്. സോ ഈ സർവീസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പെരിഷബിൾ, സോ വെൻ എവർ ദേ ആർ അവൈലബിൾ വി ഹാവ് ടു യൂസ്. പക്ഷെ ഒരു ഗുഡ് അങ്ങനെയല്ല, ഒരു ലാൻഡ്, ഹൗസ് ഇതൊക്കെ അല്ല, നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം, നമുക്കത് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സർവീസസ് അങ്ങനെയല്ല, വെൻ ആൻഡ് വെയർ ദ ലേബർ ഇസ് അവൈലബിൾ യു ഹാവ് ടു യൂസ് ദ ലേബർ. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ഫാക്ടർ വിച്ച് ഇസ് പ്രൊവൈഡിങ്. സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അത് ഇൻസെപ്പറബിൾ ആണ്. ഇനി ഗുഡ്സിന്റെ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ സപ്ലൈ, ദെയർ കൺസപ്ഷൻ, ദെയർ ഡ്യൂറബിലിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി. സോ ബേസ്ഡ് ഓൺ സപ്ലൈ ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫ്രീ ആൻഡ് എക്കണോമിക് ഗുഡ്. സോ ഫ്രീ ഗുഡ്സ് എന്ന് വെച്ചാൽ whenever the supply of these goods are much more than the demand. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സൺഷൈൻ, അല്ലെങ്കിൽ നമുക്ക് വിൻഡ്, അല്ലെങ്കിൽ എയർ, ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഡിമാൻഡ് ഉണ്ട്. സോ വാട്ട് വി ഡു, നമുക്ക് ഇഷ്ടമുള്ളത്ര നമ്മൾ യൂസ് ചെയ്യും. സോ ദർ ഇസ് വാല്യൂ ഇൻ യൂസ്,
ബട്ട് വൺ തിങ് ഇസ് ദാറ്റ് ദർ ഇസ് നോ വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ ഇൻ എക്സ്ചേഞ്ച് എന്നുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ അതിനെ എക്കണോമിക് ഗുഡായിട്ട് കാണുന്നു. കാരണം ഒരു എക്കണോമിക് ഗുഡിന് എപ്പോഴും ഡിമാൻഡ് ഇസ് ഓൾവേസ് ഹയർ ദാൻ സപ്ലൈ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ കൺസെപ്ഷനിൽ നമ്മൾ കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ ഗുഡ്സ് ആയി കൺസെപ്റ്റ്. കൺസ്യൂമർ ഗുഡ്സ് വിൽ ഗിവ് അസ് ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് സച്ച് ആസ് ഇൻ ഫുഡ് ആൻഡ് ക്ലോത്ത്. വേറെ പ്രൊഡ്യൂസർ ഗുഡ്സ് എന്ന് വെച്ചാൽ ദേ ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ to convert a raw material into the final goods. So അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗുഡ്സ് അല്ലെങ്കിൽ ദോസ് ഗുഡ്സ് വിച്ച് ഗവേഴ്സ് ഇൻഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ ഗുഡ്സിനെ നമ്മൾ മോണോ പീരീഡ് ഗുഡ്സും പോളി പീരീഡ് ഗുഡ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് മോണോ പീരീഡ് ഗുഡ്സിന്റെ എക്സാമ്പിൾ ആണ് സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. കാരണം അവർ ഒരിക്കൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് അവൈലബിൾ അല്ല. അത് അടുത്ത സീസണിൽ നമ്മൾ വേറെ ഫെർട്ടിലൈസറും വേറെ സീഡ്സും വാങ്ങേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല പോളി പീരീഡ് ഗുഡ്സ് ആയ ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ മെഷീൻസ് നമുക്കത് 4-5 വർഷം നമുക്ക് ഒരേ ട്രാക്ടർ ഒരേ മെഷീൻ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാൻസ്ഫറബിലിറ്റിയുടെ ബേസിസിൽ എല്ലാ വർഷവും GRFന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നതാണ്. ഈ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രാൻസ്ഫറബിലിറ്റി ബേസിൽ നമ്മൾ മെറ്റീരിയലും നോൺ മെറ്റീരിയൽ ഗുഡ്സ് ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ മെറ്റീരിയൽ ട്രാൻസ്ഫറബിൾ ഗുഡ്സ് എന്ന് വെച്ചാൽ ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ആയിട്ട്. നോൺ മെറ്റീരിയൽ ട്രാൻസ്ഫറബിൾ ഗുഡ്സിൽ ബിസിനസ് ഗുഡ് വിൽ അല്ലെങ്കിൽ പേറ്റൻസ് ഇതൊക്കെ നമ്മുടെ നോൺ മെറ്റീരിയൽ ആണ്, ബട്ട് ഇറ്റ് ഇസ് ട്രാൻസ്ഫറബിൾ. അതുപോലെ നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഗുഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്സ് ID. കാരണം ഈ സർട്ടിഫിക്കറ്റ് ID ഒക്കെ നമ്മുടെ പേരുണ്ട് അതിൽ. സോ ഇറ്റ് ഇസ് മെറ്റീരിയൽ, വി ക്യാൻ ഹാവ് എ ഫിസിക്കൽ ടച്ച് ഓഫ് ഇറ്റ്. പക്ഷെ നമുക്കത് വേറെ ആളുടെ പേർക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇറ്റ് ഇസ് മൈൻ. അത് വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹി കാൻ യൂസ് ഇറ്റ് അല്ലേ. സോ അത് മെറ്റീരിയൽ ആണ്, പക്ഷെ നോൺ ട്രാൻസ്ഫറബിൾ ആണ്. അതേപോലെ നോൺ മെറ്റീരിയൽ ആയിട്ട് നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ളതാണ് കറേജ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഫ്രണ്ട്ഷിപ്പ്. സോ അല്ലെങ്കിൽ എൻ്റെ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ കറേജ്, നമ്മുടെ ഇന്റലിജൻസ്, ഇതൊക്കെ നോൺ മെറ്റീരിയൽ ആൻഡ് നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഗുഡാണ്. ഇനി അടുത്തൊരു ടേമാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ് എന്തിനാണ് വാങ്ങുന്നത്? നമ്മളൊരു സാധനം ഒരു പെണ്ണ് കാണുകയാണെങ്കിൽ വൈ ഡു വി ബൈ എ പെൻ? വി ഡു ബൈ എ പെൻ ബിക്കോസ് വി വോണ്ട് ടു റൈറ്റ് സംതിങ്. സോ ആ റൈറ്റിംഗ് ആണ് നമുക്കൊരു യൂട്ടിലിറ്റി കിട്ടുന്നത്. അപ്പോൾ വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ ഗുഡ് ആണ് വി കോൾ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിനെ നമ്മൾ നാലായിട്ട് തിരിക്കാം: ഫോം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. സോ ഫോം യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പാഡി നമുക്ക് നെല്ല് നമുക്ക് നെല്ലായിട്ട് തന്നാൽ നമുക്കത് ഉപയോഗമില്ല. പക്ഷെ നെല്ല് പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ഫോം ഒന്ന് മാറ്റിയിട്ട് അത് അരിയായിട്ട് തന്നാൽ നമുക്ക് അതിന്റെ യൂട്ടിലിറ്റി കൂടും അല്ലേ. അപ്പം ദാറ്റ്സ് വാട്ട് ഫോം യൂട്ടിലിറ്റി നമുക്ക് പ്രോസസ്സിങ്ങിലൂടെയാണ് കിട്ടുന്നത്. അതുപോലെ പ്ലേസ് യൂട്ടിലിറ്റി. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ റൈസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പഞ്ചാബിലെ ആൾക്കാർക്ക് റൈസ് ഒരു സ്റ്റേപ്പിൾ ഫുഡ് അല്ല. പക്ഷെ ആ റൈസ് അത് ട്രാൻസ്പോർട്ടേഷൻ വഴി കേരളത്തിലോട്ട് എത്തുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി കൂടും. ദാറ്റ്സ് കോൾഡ് ദ പ്ലേസ് യൂട്ടിലിറ്റി. അതുപോലെ തന്നെ ടൈം യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ബേസ്ഡ് ഓൺ പർപ്പസ് യൂട്ടിലിറ്റി മാറാം. ഇപ്പം നമുക്കൊരു വിന്ററിൽ നമുക്കൊരു സ്വെറ്റർ കിട്ടിയാൽ ഇറ്റ്സ് ഹാവിങ് എ ഹയർ യൂട്ടിലിറ്റി. പക്ഷെ അത് സമ്മറിലാണ് നമുക്ക് സ്വെറ്റർ കിട്ടിയാൽ അതിപ്പോൾ യൂട്ടിലിറ്റി ഇല്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും അടുത്ത വിന്ററിൽ അത് യൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് പിന്നെ യൂട്ടിലിറ്റി കിട്ടും. സോ ഈ സ്റ്റോറേജ് ആക്ടിവിറ്റി ഓൾസോ ഹെൽപ്സ് ഇൻ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. അതാണ് ടൈം യൂട്ടിലിറ്റി. ഇതേ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിൽ ഇപ്പം നമുക്കൊരു ബൾക്ക് ആയിട്ടുള്ള എന്താ പറയുക ബൾക്ക് ഹാർവെസ്റ്റ് ഒക്കെ ഉണ്ടായി, ബമ്പർ ഹാർവെസ്റ്റ് ഒക്കെ ഉണ്ടായി, ഇപ്പൊ ടൊമാറ്റോ എന്തെങ്കിലും. സോ അത് നമ്മൾ കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കും, കോൾഡ് സ്റ്റോറേജിലൊക്കെ ഇതൊക്കെ ആയിട്ട്. അപ്പൊ ആ സ്റ്റോറേജ് വഴി നമുക്ക് അതിന്റെ യൂട്ടിലിറ്റി കൂട്ടാം, കുറച്ചും കൂടി സമയം നിൽക്കും. നേരെ മറിച്ച് അത് ഒരേ സീസണിൽ പോയി കഴിഞ്ഞാൽ അതിന് അത്ര പ്രൈസും കിട്ടില്ല, അതൊന്നും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ടൈം യൂട്ടിലിറ്റി എപ്പോഴും സ്റ്റോറേജ് വഴി കൂട്ടാൻ പറ്റും. നാലാമത്തെ യൂട്ടിലിറ്റിയാണ് പൊസിഷൻ യൂട്ടിലിറ്റി. ദാറ്റ് ഇസ് വെൻ യു ക്യാൻ എക്സ്ചേഞ്ച് യുവർ ഗുഡ് അല്ലെ. നമുക്ക് ഈ നെല്ല് ഫാമറുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് അത്ര യൂട്ടിലിറ്റി ഇല്ല. നേരെ പക്ഷെ നമുക്കത് ഒരുപാട് യൂസ്ഫുൾ ആണ്. സോ ദാറ്റ്സ് വാട്ട് വെൻ യു എക്സ്ചേഞ്ച് ഇറ്റ് വി ഗെറ്റ് എ യൂട്ടിലിറ്റി. അടുത്ത ചെറിയ കോൺസെപ്റ്റ്സ് ആണ് വാല്യൂ, പ്രൈസ്, വെൽത്ത് ആൻഡ് ഇൻകം. സോ വാല്യൂ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് എ ഗുഡ് ടു കമാൻഡ് അനദർ തിങ് ഫോർ എക്സ്ചേഞ്ച് അല്ലെ. വാല്യൂ ബേസിക്കലി വാല്യൂ ഇൻ യൂസും ഉണ്ട്, വാല്യൂ ഇൻ എക്സ്ചേഞ്ചും പറഞ്ഞു. നമ്മൾ പറഞ്ഞു വാല്യൂ ഇൻ യൂസ് ഫ്രീ ഗുഡിലാണുള്ളത്, നേരെ മറിച്ച് വാല്യൂ ഇൻ യൂസും വാല്യൂ ഇൻ എക്സ്ചേഞ്ചും രണ്ടും എക്കണോമിക് ഗുഡ്സിൽ കാണപ്പെടുന്നു. അപ്പോൾ ഈ വാല്യൂനെ നമ്മൾ മണി ടേംസിൽ മെൻഷൻ ചെയ്യുന്നതാണ് പ്രൈസ്. ഓക്കെ. നേരെ മറിച്ച് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? എനി വാല്യൂ ഓഫ് ഓൾ ടാഞ്ചിബിൾ അസെറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം.
നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ മൈ വെൽത്ത് അല്ലേ? അത് എനിക്കൊരു വാല്യൂ തരുന്നുണ്ട്. വെൽത്ത് കൺസിസ്റ്റ് ഓഫ് ഓൾ പൊട്ടൻഷ്യൽ മീൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാണ്ട്സ്. സോ ദാറ്റ്സ് കോൾഡ് എ വെൽത്ത്. അതുപോലെ വെൽത്തും ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അറിയണം. വെൽത്ത് ഇസ് എ ഫണ്ട് റിസോഴ്സ് വെറസ് ഇൻകം ഇസ് എ ഫ്ലോ എന്നാണ് പറയാറ്. വൈ? ബിക്കോസ് സി ഒരു പേഴ്സൺ ഇപ്പൊ എന്തെങ്കിലും ലാൻഡ് ഉണ്ട്. സോ ഇഫ് ഐ എം ലീസിങ് ഇറ്റ് ഔട്ട് and I'm getting a rent from it. So that rent is an income which is earned by the land. So land is a wealth, whereas the rent which I earn from land is an income. So adana idinte meaning. അടുത്തതായി we deal with the theory of consumer behavior. So an important problem to be tackled by the consumer is the problem of choice. അല്ലേ? ഒരുപാട് ചോയ്സ് ഉണ്ട്. Is a problem of choice. And economic activity is always directed towards satisfaction of our wants. So demand is actually the model of any consumer behavior. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. The objective of any consumer is always to maximize the utility given the preferences, income and prices of the related goods and the prices of the good itself. So consumer behavior measure ചെയ്യാൻ നമുക്ക് രണ്ട് ടെക്നിക്സ് ആണ് ഉള്ളത്. One is a cardinal approach, which was proposed by Alfred Marshall. The other is the ordinal approach. So cardinal approach എന്ന് വെച്ചാൽ it is also called the utility analysis. ഇവിടെ നമ്മുടെ utility towards one good, it is measurable. See, ഇപ്പം നമ്മൾ ഒരു യൂണിറ്റ് we are consuming 1 unit of orange and 1 unit of apple. So according to the cardinal approach, 1 unit of apple is giving me 10 units of satisfaction and 1 unit of orange is giving me 5 units of satisfaction. സോ അത് കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഒരു എക്കണോമിക് ടേംസിൽ നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞ അപ്രോച്ച്. നേരെ മറിച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ here we cannot measure directly the utility which we receive from apple and orange, but we can just make a comparison among it. See, ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് ഓഫ് ആപ്പിൾ is giving me 10 units of satisfaction എന്ന് വെച്ചാൽ and only 1 unit of orange is giving me only 5 units of satisfaction. So 1 apple is equal to 2 oranges അല്ലേ? സോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാം. That is what the scientists under ordinary approach are dealing with. അപ്പോൾ അതിൽ തന്നെ there are different types of wants അല്ലേ? നമ്മൾ we use the goods and services to satisfy our wants, which can be broadly classified as necessaries, comforts and luxuries. ഈ necessaries തന്നെ വരുന്ന classifications ആണ് necessaries of existence, necessaries of efficiency and necessaries of conventional necessaries. So ഇതിൽ food, water, shelter, clothing ഇതൊക്കെ നമ്മൾ necessaries of existence ആണ് പറയാം. ബിക്കോസ് ആ ടേം തന്നെ പറയുന്നുണ്ട് without it we cannot exist. ഇനി അടുത്തത് we are living. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻസി ഉണ്ടാവണം. സോ വി ടേക്ക് എ ന്യൂട്രീഷ്യസ് ഫുഡ്, അല്ലെങ്കിൽ വി വുഡ് ലൈക്ക് ടു സിറ്റ് ഓൺ എ ചെയർ ഇൻ ക്ലാസ് റൂം. നമുക്ക് വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം വേണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതും അല്ലാതെ നമ്മുടെ റിലീജിയസ് ആൻഡ് കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന കുറച്ച് കൺവെൻഷണൽ നെസസിറ്റീസ് ഉണ്ട്. അതായത് സെലിബ്രേഷൻ ഓഫ് ദീപാവലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ആർ കൺവെൻഷണൽ നെസസിറ്റീസ്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് വൺസ് ഇസ് ദാറ്റ് കംഫർട്ട്സ് അല്ലേ? നമ്മൾ കംഫർട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി നെസസിറ്റീസ് ഓഫ് എഫിഷ്യൻസി എന്ന് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കംഫർട്ട്സിലേക്ക് വരാൻ പറ്റുക. ലൈക്ക് ഇറ്റ് മേക്സ് അവർ ലൈഫ് ഈസിയർ ഗോയിങ് ആൻഡ് ഓൾസോ ഇംപ്രൂവ് ദ വർക്കിംഗ് എഫിഷ്യൻസി. ലൈക്ക് ഒരു ക്ലാസ് റൂമിൽ ഫാൻസ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം ഫാൻസ്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഒരു കുഷൻ ചെയർ, ലൈക്ക് ഒരു സ്കൂട്ടർ, ഇതൊക്കെ നമുക്ക് കംഫർട്ടാണ് തരുന്നത്. നേരെ മറിച്ച് ലക്ഷറി എന്ന് വെച്ചാൽ those which satisfy our superfluous wants, അതാണ് ലക്ഷറി എന്ന് പറയുന്നത്. ജനറലി ലക്ഷറി എന്ന് വെച്ചാൽ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പക്ഷെ ഇതിനെ തന്നെ നമ്മൾ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാംലെസ് ലക്ഷറി, ഹാംഫുൾ ലക്ഷറീസ് ആൻഡ് ഓൾസോ ഡിഫൻസ് ലക്ഷറീസ്. ഇതിൽ ഡിഫൻസ് ലക്ഷറിന്റെ അണ്ടറിൽ വരുന്നതാണ് ഗോൾഡും ജ്വൽസും ഒക്കെ. മൂവ് ഓൺ ടു ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. So before that നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കണം. ദാറ്റ് ഇസ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ total utility we derive from the consumption of a commodity, whole utility. Whereas marginal utility എന്ന് വെച്ചാൽ additional utility ആണ്. It is a extra utility we derive from consumption of one extra unit of a good അല്ലേ? ചേഞ്ച് ഇൻ ടോട്ടൽ യൂണിറ്റി, അല്ലെങ്കിൽ അതിന് ചേഞ്ച് ഇൻ ടോട്ടൽ യൂണിറ്റി റിസൾട്ടിങ് ഫ്രം 1 യൂണിറ്റ് ചേഞ്ച് എന്നും പറയും. സോ എക്കണോമിക്സിൽ നമ്മൾ ജനറലി മാർജിനൽ യൂട്ടിലിറ്റി എന്നൊരു കൺസെപ്റ്റാണ് ടോട്ടൽ യൂട്ടിലിറ്റിയെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് എപ്പോഴും പ്രൊഡക്ഷനിലായാലും കൺസംഷനിലായാലും നമുക്ക് ഒരു പ്രോഡക്റ്റ് എത്ര ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതിനെക്കാട്ടും ഉപരി അത് ഒരു യൂണിറ്റ് കൂടുതൽ വാങ്ങുമ്പോൾ നമുക്ക് അത്രയും
അത്രയും അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കാറുള്ളത്. സോ എപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി ഇത് ലോയിലേക്ക് വരുമ്പോൾ നമുക്കിത് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സി, ഇതാണ് ബേസിക് ഗ്രാഫ്. ഐ തിങ്ക് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. വെൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിക്ലൈനിങ്. സോ ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ഹിയർ. നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടി കൂടി വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡിക്ലൈനിങ്. And even after the top point, it is even going negative. So that's what explained in the law of diminishing marginal returns. This law states that the additional benefit a person derives from the given increase in stock of anything diminishes with the growth of the stock which he already has. നമുക്കൊരു സാധനം, ഇപ്പം we want gulab jamun, so we are having it. ഒരെണ്ണം കഴിച്ചു, we are happy. Second one we had, we are very happy. Third one we have, okay, we are happy. നമുക്ക് പിന്നെയും ഓഫർ ചെയ്തുകൊണ്ടിരുന്ന നാലാമത്തെ കഴിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കത് മത്ത് പിടിച്ച് മതിയാവും. അഞ്ചാമത്തെ വേണം വേണ്ടാന്ന് വെച്ച് കഴിക്കും. അപ്പൊ തന്നെ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി അവിടെ 0 ആയി കഴിഞ്ഞു. ഇനി അടുത്ത യൂണിറ്റ് വന്നാൽ അതിന്റെ വായിന്ന് പുറത്തു പോകുന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അതാണ് പറയുന്നത്. നമ്മുടെ ഉള്ളൊരു സാധനം നമുക്ക് പിന്നെയും കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള യൂട്ടിലിറ്റി കുറഞ്ഞു വരും, അത് അറ്റ് എ ടൈം കിട്ടുന്നതുകൊണ്ട്. സോ ഇതാണ് ഇവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് മോർ ദാൻ വൺ കമ്മോഡിറ്റി വരുന്ന കേസസിലാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. According to Marshall, if a person has a thing which can be put into several uses, he will distribute it among those uses in such a way that it has the same marginal utility in all. ഈസി ആയിട്ട് പറഞ്ഞുതരാം ഒരു മാർജിനൽ. സോ നമ്മളിപ്പോൾ LDMU നമ്മൾ പറഞ്ഞു, ഒരു സാധനം നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന അതിന്റെ യൂട്ടിലിറ്റി കുറയുന്നു. അതേ കേസ് തന്നെയാണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയും, സെയിം പ്രിൻസിപ്പിളാണ് വരുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു കമോഡിറ്റി അല്ല, മോർ ദാൻ വൺ കമോഡിറ്റി ഉണ്ട്. ഇവിടെ എന്താ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഈ ഒരുപാട് കമോഡിറ്റി മേടിക്കണം. ആ എല്ലാ കമോഡിറ്റിയിലും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വൈ? ബിക്കോസ് നമുക്ക് അറിയണം നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എല്ലാ കമോഡിറ്റിയിൽ നിന്ന് നമുക്ക് ഒരേ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടണം. സോ എപ്പോഴും ഒരു കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ഇവിടെ എങ്ങനെയാണ് അയാൾ കൺസിഡർ ചെയ്യുന്നത്? വിത്ത് ദ പ്രൈസ്, അല്ലെ? പ്രൈസ് ആയിരിക്കും അതിന് കിട്ടുന്ന യൂട്ടിലിറ്റിയും അതിന്റെ പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ് ഒരു കൺസ്യൂമർ തന്റെ ഇക്വിലിബ്രിയം ഡിസൈഡ് ചെയ്യുന്നത്. സോ എപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വൽ ആയിരിക്കണം. So if the marginal utility is greater than price, ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണെന്ന് വെച്ചാൽ he is more happy, അല്ലെ? പ്രൈസിനെക്കാട്ടും കൂടുതൽ he is receiving the satisfaction. So അയാൾ എന്ത് ചെയ്യും? കൺസ്യൂമറിന്റെ വെൽഫെയർ എങ്ങനെ കൂടും? he will consume more units of the same. അഥവാ ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി കുറവാണ്, പ്രൈസ് ആണ് കൂടുതൽ, അപ്പൊ he just cuts down the unit of X. സോ ഇതാണ് ബേസിക് അതിന്റെ ഡിഫറൻസസ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ LDMU is also called as Gaussian's first law, അല്ലെ? This is called as Gaussian's first law. നേരെ മറിച്ച് law of equimarginal utility is known as law of proportionality, law of maximum satisfaction, law of substitution, അല്ലെ? law of proportionality എന്ന് പറഞ്ഞാൽ നമ്മൾ പല കമോഡിറ്റീസ് ഇവിടെ വാങ്ങുമ്പം എല്ലാത്തിലും ഒരേ യൂട്ടിലിറ്റി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലെ? അതാണ് law of proportionality. സി, ഇവിടെ യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ, യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്, ഇയാൾക്ക് അയാളുടെ ബഡ്ജറ്റ് അയാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഹി മസ്റ്റ് ഹാവ് ദ സെയിം യൂട്ടിലിറ്റി എന്ന് ഒരു റേഷണൽ കൺസ്യൂമർ എന്നും ആഗ്രഹിക്കും. അതാണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയിൽ പഠിക്കേണ്ടത്. ബട്ട് അപ്രോച്ചസ് രണ്ടിലും സെയിം ആണ്, പ്രിൻസിപ്പിൾ രണ്ടിലും സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് നോക്കണം, നമ്പർ ഓഫ് കമോഡിറ്റീസ് ഉണ്ട്, എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ ആവട്ടെ, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ LDMUവിന്റെ ബേസിസിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് തിയറി ഓഫ് കൺസെപ്ഷൻ ആവട്ടെ, തിയറി ഓഫ് പ്രൈസിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ വരുന്നത് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയിലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്ര ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇനി ലോ ഓഫ് ഡിമാൻഡ് തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്ലസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും JRFന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.